ഇറാനിലേക്കുള്ള അവയവക്കടത്തു കേസ് NIA അന്വേഷിക്കും. രാജ്യാന്തര മനുഷ്യക്കടത്ത് നടന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് NIA കേസ് ഏറ്റെടുക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, FIR രജിസ്റ്റർ ചെയ്തോ NIA? എന്തൊക്കെയാണ് തുടർ നീക്കങ്ങൾ? വിജയകുമാർ, ഈ കേസ് പോലീസ് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതിന്റെ ഒരു അതിർത്തി വരമ്പുകളെല്ലാം പോലീസിന് അന്വേഷിക്കാവുന്നതിന്റെ അപ്പുറത്താണ് കേന്ദ്ര ഏജൻസി ഈ കേസിലേക്ക് എത്തുമെന്ന്. അത് സംഭവിച്ചിരിക്കുന്നു. കേന്ദ്ര ഏജൻസി നേരിട്ട് തങ്ങൾ ഈ കേസ് അന്വേഷിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും അവർ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പ്രധാനമായും ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് NIA കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. FIR NIA കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നടപടി ഈ 3 പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തിരുന്നു പ്രത്യേക അന്വേഷണ സംഘം റൂറൽ പോലീസിന്റെ. ആ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി NIA ചോദ്യം ചെയ്യുന്നതോടെയായിരിക്കും ഈ കേസിന്റെ അന്വേഷണം NIA ആരംഭിക്കുക എന്നാണ് മനസ്സിലാകുന്നത്. വിജയകുമാർ, രാജ്യാന്തര മനുഷ്യക്കടത്തു നടന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് NIA ഈ കേസ് ഏറ്റെടുക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണ ഏജൻസി. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.